സല്യൂട്ട് സജ്ജനങ്ങളെ. സന്തോഷ് മാധവൻ എന്ന പേര് കേൾക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല. സ്വയം പ്രഖ്യാപിത ഒരു ദൈവ മനുഷ്യൻ. കൂടാതെ അനേകം ആൾക്കാരെ ചതിച്ച് ജ്യോതിഷം, ഭാവി, ഭൂതം, വർത്തമാനം എന്നൊക്കെ പറഞ്ഞ് കാശുണ്ടാക്കിയ ഒരു വ്യക്തി. ഇന്റർപോളിന്റെ നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുള്ള ഒരാൾ. വേറെ എന്തോ ഒരു പേരിലാണ്, അമൃത ചൈതന്യ എന്നോ മറ്റോ പറയുന്ന ഒരു പേരിലാണ് അയാൾ അന്ന് അറിയപ്പെട്ടിരുന്നത്. എറണാകുളത്ത് എവിടെയോ താമസിച്ചുകൊണ്ട് വളരെയധികം ഇതുപോലെയുള്ള ചതിപ്രയോഗങ്ങൾ നടത്തിയിരുന്ന ഒരു ആളായിരുന്നു. ദുബായിൽ താമസിച്ച തിരുവനന്തപുരത്തുകാരിയായിട്ടുള്ള ഒരു ലേഡിയിൽ നിന്നും കുറേയേറെ ദിർഹം ചതിയിലൂടെ കരസ്ഥമാക്കി കടന്നു കളഞ്ഞ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കായിരുന്നു ഇന്റർപോൾ നോട്ടീസ് ഉണ്ടായിരുന്നത്. വ്യാജ രേഖകൾ സൃഷ്ടിച്ചുകൊണ്ട് അല്ലെങ്കിൽ പലരെയും സ്വാധീനിച്ചുകൊണ്ട് കുറെ വസ്തു കരസ്ഥമാക്കുകയും ചെയ്തു എന്നൊക്കെയുള്ള പരാതികളാണ് ആദ്യമായിട്ട് ഇയാൾക്കെതിരെ ഉയർന്നു കേട്ടത്. അത് 2008 മെയ് മാസമായിരുന്നു. നിങ്ങളെപ്പോലെ തന്നെ പത്രമാധ്യമങ്ങളിലൂടെയാണ് ഈ ഒരു പേര് ഞാൻ കേട്ടതും ഇയാളെ കുറിച്ചുള്ള വാർത്ത വായിച്ചതും ഇയാളുടെ ചിത്രങ്ങൾ, അതായത് പടങ്ങൾ കണ്ടതും. കുറച്ചു കഴിഞ്ഞപ്പോൾ അയാളുടെ വീട് റെയ്ഡ് ചെയ്യുകയും അവിടെ നിന്ന് കുറച്ചധികം രേഖകൾ അവർക്ക് കിട്ടുകയും ചെയ്തു. അതിൽ നമ്മളെയൊക്കെ ഞെട്ടിപ്പിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പോലീസ് യൂണിഫോം അവിടെ നിന്ന് കിട്ടിയിരുന്നു, ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ യൂണിഫോം. ഉടനെ തന്നെ വാർത്തകൾ പറഞ്ഞു അയാൾക്ക് പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ട് വളരെയധികം ബന്ധങ്ങൾ ഉണ്ടായെന്ന്. പിന്നെ അവിടെ നിന്നൊരു പുലിത്തോൽ കിട്ടി. അപ്പോൾ ഒരു ഫോറസ്റ്റ് കേസും കൂടെ ആയി. വളരെ വൃത്തികെട്ട രീതിയിലുള്ള കുറച്ച് CD-കൾ കിട്ടി, പോർണോഗ്രാഫിക് ആയിട്ടുള്ള കുറെ CD-കൾ കിട്ടി. അതിൽ നിന്ന് മനസ്സിലായി അയാൾക്ക് ഇതിലൊക്കെ താല്പര്യമുണ്ട് എന്ന്. പിന്നെ അയാളുടെ ആൽബത്തിനകത്ത് കുറെ അധികം പ്രശസ്ത വ്യക്തികളുടെ പടങ്ങളും ചിത്രങ്ങളും രേഖകളും ഒക്കെ ഉണ്ടായിരുന്നു. അത് TV-യിലൂടെയും പത്രത്തിലൂടെയും ഒക്കെ കാണിക്കാൻ തുടങ്ങി. പക്ഷെ ആ സമയം കൊണ്ട് അയാൾ ഒളിവിൽ പോയി. അയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. വീണ്ടും അയാളുടെ ഫ്ലാറ്റിൽ നിന്ന് തന്നെ കുറച്ച് രേഖകൾ കിട്ടുകയും അതിനകത്ത് പെൺകുട്ടികളെ ഉപദ്രവിക്കുന്ന കുറച്ച് ഡീറ്റെയിൽസ് കിട്ടുകയും ചെയ്തു. അയാൾ പ്രായപൂർത്തിയായതും പ്രായപൂർത്തിയാകാത്തതുമായിട്ടുള്ള കുറേയേറെ പെൺകുട്ടികളെ പീഡിപ്പിച്ചു എന്നുള്ള വാർത്ത കിട്ടി. കുറച്ചു നാൾക്ക് മുമ്പ് അയാളുടെ വിവാഹം നടന്നിരുന്നുവെന്നും ആ വിവാഹത്തിന്റെ CD-യിൽ നിന്നും അവിടെ വിവാഹത്തിൽ പങ്കെടുത്ത കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥരുടെ ചിത്രങ്ങളും പടങ്ങളും ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ പത്രത്തിലൂടെ വായിക്കുകയും ചെയ്തു. ഇതൊക്കെ കഴിഞ്ഞ 2 മാസത്തിന് ശേഷം, എനിക്ക് തോന്നുന്നു 2008 ജൂലൈ ആയപ്പോൾ, പെട്ടെന്നൊരു ദിവസം മംഗളം എന്ന് പറയുന്ന ഒരു പത്രത്തിൽ, അത് പത്രം ഞാൻ അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാറില്ല, പക്ഷെ അത് ഞാൻ കണ്ടു, ഒരാൾ എനിക്ക് കൊണ്ടു തന്നു. ആ പത്രത്തിനകത്ത് സെന്റർ പേജിൽ ഒരു കോളം ന്യൂസ് ഉണ്ടായിരുന്നു. അതിലൊരു വശത്തായിട്ട് സന്തോഷ് മാധവൻ സ്വാമി വേഷത്തിൽ നിൽക്കുന്ന പടവും മറുവശത്തായിട്ട് ഞാൻ യൂണിഫോമിൽ നിൽക്കുന്ന ഒരു പടവും. ടൈറ്റിൽ എനിക്ക് ഓർമ്മയില്ല, ഞാൻ ആ പത്രക്കട്ടിങ് സൂക്ഷിച്ചു വെച്ചിട്ടില്ല, കാരണം അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് അതിനകത്തെ വാർത്ത വന്നിരിക്കുന്നത് ഞാനും സന്തോഷ് മാധവനും തമ്മിൽ വലിയ അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഞാൻ ഫ്ലാറ്റിലെ നിത്യ സന്ദർശകയായിരുന്നു. വളരെയധികം പൂജകൾ, ആഭിചാര ക്രിയകളൊക്കെ അയാൾ വഴി ഞാൻ നടത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വല്ലാത്ത വാർത്തയായിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. അപ്പൊ ഇതുപോലെയുള്ള വാർത്തകൾ എന്ന് പറയുന്നത് എനിക്ക് പുത്തരിയല്ല. എന്റെ സർവീസിൽ ഉടനീളം കള്ള വാർത്തകൾ വരാറുണ്ട്. എപ്പോഴൊക്കെ ഞാൻ എന്തെങ്കിലും നേട്ടം കൊയ്തിട്ടുണ്ടോ, അതായത് സർവീസ് ജീവിതത്തിൽ പോലീസിൽ ഇരുന്നു കൊണ്ട് എന്തെങ്കിലും നല്ല കേസ് തെളിയിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒരു മെഡൽ കിട്ടിയതോ ഒരു റിവാർഡ് കിട്ടുകയോ എന്റെ പടവോ അല്ലെങ്കിൽ എന്നെക്കുറിച്ചോ നല്ല രീതിയിൽ ഒരു വാർത്ത വരികയോ ചെയ്തു കഴിഞ്ഞാൽ അപ്പം തിരിച്ചടി എന്നതുപോലെ ഒരു മോശ വാർത്ത വരും എനിക്കെതിരെ. അത് പലപ്പോഴും അത് അസത്യ വാർത്തകളായിരിക്കും, സൃഷ്ടിച്ചെടുക്കുന്ന വാർത്തകളായിരിക്കും. വാർത്ത വായിച്ചപ്പോൾ അത് എഴുതിയിരിക്കുന്ന ആളുടെ പേരും വെച്ചിട്ടുണ്ട്. സാധാരണ ഇതുപോലെയുള്ള കള്ളവാർത്തകളൊക്കെ സ്വന്തം ലേഖകൻ, സ്വയം പ്രത്യേക ലേഖകൻ എന്നൊക്കെ പറഞ്ഞാണ് എഴുതുന്നത്. പക്ഷെ ഇതിനകത്ത് ഒരു ഭഗവാൻ വിഷ്ണുവിന്റെ പേര് ഉള്ള ഒരു പര്യായമുള്ള ഒരു പേരാണ് അതിനകത്ത് വെച്ചിരുന്നത്. ആ ജേർണലിസ്റ്റ് ആരാണെന്നുള്ളതും എനിക്കറിയാം. പിന്നെ അയാൾ പലപ്പോഴും ഒക്കെ വിളിച്ച വേറെ പേരാണ്. ഈ ഇതുപോലെയുള്ള വിവാദ വാർത്തകളും ഗോസിപ്പും ഒക്കെ എഴുതുമ്പോൾ അയാൾ ഈ വിഷ്ണുവിന്റെ പേരിലുള്ള ഒരു കള്ളപ്പേര് വെച്ചാണ് എഴുതാറുള്ളത്. അപ്പൊ അത് വളരെ സ്നേഹത്തോടു കൂടി ചേച്ചി ചേച്ചി എന്നൊക്കെ വിളിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് ആള്. പക്ഷേ സ്വാധീനത്തിന് വളരെ പെട്ടെന്ന് വഴങ്ങും. കാരണം ഒന്നാമത്തെ കാര്യം, അയാൾക്ക് ഇതുപോലെ ഗോസിപ്പി ഒരു വാർത്ത പബ്ലിഷ് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം ഒരു പുരുഷൻ എന്നുള്ള നിലയിൽ ഒരു സ്ത്രീക്കെതിരെ എന്ന് പറഞ്ഞാൽ അത് കളയാൻ പൊതുവെ ആളുകൾക്ക് വിമുഖത കാണും, ജേർണലിസ്റ്റുകൾക്ക്. രണ്ടാമത്തെ, പത്രം കുറച്ച് കൂടുതൽ കോപ്പി വിറ്റുപോകും.
പിന്നെ മൂന്നാമത്തത് ആളെ ആരാണോ സ്വാധീനിച്ച് ചെയ്യിച്ചത് അയാളുടെ പ്രീതി പിടിച്ചു പറ്റാൻ സാധിക്കുകയും ചെയ്യും. കാരണം പിന്നീട് ഭാവിയിൽ നല്ല പൊസിഷനിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ആൾക്ക് അതുപോലെയുള്ള ഗുണം കിട്ടുമല്ലോ. അപ്പം അതുകൊണ്ട് ആ ഓഫീസറിന്റെ പ്രീതി കിട്ടാൻ വേണ്ടിയിട്ടുമാണ് ചെയ്തത് എന്നൊക്കെയുള്ളത് എനിക്കറിയാം, ഇതിനു മുമ്പും സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വാർത്ത കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് കള്ള വാർത്തയാണെന്ന്. ഞാൻ ആദ്യം എൻ്റെ പ്രതികരണം എന്ന് പറഞ്ഞാൽ അറിയാതെ ഞാൻ ചിരിച്ചുപോയി. കാരണം മംഗളം പത്രം എന്ന് പറയുന്നത് DIG ആയിരിക്കുമ്പോൾ ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് ഡെയിലി ഒന്ന് ഓടിച്ച് വായിക്കാറുള്ളതാണ്. പക്ഷേ പിന്നീട് അവിടെ നിന്ന് DIG സ്ഥാനത്ത് നിന്ന് IG പ്രൊമോഷനായി വന്ന് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷനും അതിനുശേഷം റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷനും ജോലി ചെയ്യുന്ന സമയം ഞാൻ അങ്ങനെ പത്രങ്ങളൊന്നും കാര്യമായിട്ട് വായിക്കാറില്ല. ഒരു പത്രമോ 2 പത്രമോ ദിവസവും വായിക്കും, അത്രേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് മംഗളം ശ്രദ്ധയിൽ വന്നപ്പോൾ ഞാൻ അറിയാതെ ചിരിക്കുകയാണ് ചെയ്തത്. പക്ഷെ പലർക്കും അത് സത്യമാണെന്ന് തോന്നിയത്. പ്രത്യേകിച്ച് എൻ്റെ വീട്ടിലുള്ള ആൾക്കാർക്കൊക്കെ വളരെയധികം വിഷമമുണ്ടായി. വ്യാജ വാർത്തകൾ കണ്ട് പ്രത്യേകിച്ച് ഈ സ്ലീസി ഗോസിപ്പ്, ഇതുപോലെയുള്ള അവിഹിതം ഒക്കെയുള്ള ഗോസിപ്പൊക്കെ കാണുമ്പോൾ ചിലർക്ക് ഇങ്ങനെ ഹരം കയറുമല്ലോ. അപ്പം അങ്ങനെ ഹരം കയറിയ കുറേ പേരെ ഇത് പിന്നീട് എടുത്തു വെച്ച് വലിയ വാർത്തയാക്കി, പ്രമുഖ ചാനലുകൾ അടക്കം. ഇതിനകത്ത് വേറൊരു വ്യക്തി, അതും ഒരു സ്വയം പ്രഖ്യാപിത പൊതുപ്രവർത്തകനും സാമൂഹ്യ സേവകനും ഒക്കെയാണ്. ആളെ എനിക്കറിയാം. CBIയിലായിരുന്നപ്പോൾ ഒരു കേസ്, പ്രത്യേക കേസ് ഞാൻ അന്വേഷിക്കണം എന്ന് പറഞ്ഞ് നിരന്തരം എൻ്റെ അടുത്ത് വന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അത് ഹൈക്കോടതിയിലും ഒക്കെ കിടക്കുന്ന ഒരു കേസായതുകൊണ്ട് എനിക്കത് അന്വേഷിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു വിട്ടപ്പോൾ ദേഷ്യമായിട്ട് എൻ്റെ അടുത്ത് പ്രതികരിച്ചിട്ട് പോയ ആളുമാണ്. പിന്നീട് DIG ആയിട്ട് ഇരുന്നപ്പോൾ ഒരു കേസ് അയാൾക്കെതിരെ ഉണ്ടായിരുന്നു. ഒരു പരാതി, ഒരു സ്ത്രീ തന്ന പരാതിയുടെ പുറത്ത് ഒരു കേസ് ഉണ്ടായിരുന്നു. ആ കേസ് ഞാൻ ഏറ്റുമാനൂർ സ്റ്റേഷനിലോ ഏതൊരു സ്റ്റേഷനിൽ കൊടുത്തു വിട്ട് അന്വേഷിക്കാനായിട്ട് ഏർപ്പാട് ചെയ്തിരുന്നു. അത് ഞാൻ എന്തോ നേരിട്ട് ആളെ ഉപദ്രവിക്കാൻ ചെയ്തതാണെന്നുള്ളൊരു ധാരണ അയാൾക്ക് എങ്ങനെയോ വരികയും അതിനുശേഷം അയാൾ എനിക്കെതിരെ ഒരുപാട് പ്രസ്താവനകളും ഒരുപാട് പരാതികളും ഒക്കെ ഇറക്കുകയൊക്കെ ചെയ്തതായിട്ട് അറിയാം. പക്ഷെ ഒന്നിനും ഒരു വാസ്തവം ഇല്ലായിരുന്നു. ആള് വന്ന് TV ചാനലിൽ ഇങ്ങനെ കുറെ പേപ്പറുകൾ ഇങ്ങനെ വീശിക്കാട്ടി, ഒരു വെറും കുറെ കടലാസ് കഷ്ണങ്ങളാണ് ഇങ്ങനെ വീശിക്കാട്ടിയിട്ട് ഒരു ന്യൂസ് ചാനലിൽ ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു. ശ്രീലേഖ എന്ന വ്യക്തി DIG ആയിരുന്നപ്പോൾ സന്തോഷ് മാധവന്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു. നിരന്തരം ആ വീട്ടിൽ പോവുകയായിരുന്നു, നിത്യ സന്ദർശകയായിരുന്നു. അപ്പൊ ശ്രീലേഖയും ചോദ്യം ചെയ്യണം, അറസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ഈ അടുത്ത കാലത്ത് ഞാൻ ദിലീപിനെ കുറിച്ച് ചെയ്ത ഒരു വീഡിയോ ഉണ്ടല്ലോ, അതിന്റെ ബേസിസിലും അതിന്റെ പുറത്തും ഇതുപോലെ ഒരുപാട് അപവാദങ്ങൾ ആൾക്കാർ, ചാനലുകളും പത്രങ്ങളും പറഞ്ഞല്ലോ. ശ്രീലേഖ ഇപ്പൊ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യും, ശ്രീലേഖ ഇപ്പൊ അറസ്റ്റ് ചെയ്യും, ഇപ്പൊ ദിലീപിന്റെ കേസിൽ ശ്രീലേഖ സാക്ഷിയാകും, ആ കേസിനകത്ത് ഇങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്യും, കോടതി നോട്ടീസ് അയക്കും, പോലീസ് അത് ശ്രീലേഖയെ പ്രതിയാക്കും എന്നൊക്കെ പറഞ്ഞിങ്ങനെ കുറേ വാർത്തകൾ വരികയും അതിന്റെ പുറത്ത് ചർച്ച വരികയൊക്കെ ചെയ്തല്ലോ. പൊതുവെ ആളുകൾ എല്ലാവരും ധരിച്ചു ഞാനിപ്പോൾ അകത്താകുന്ന. അപ്പം അതുകൊണ്ട് എല്ലാവരും സന്തോഷിച്ചു. ദിലീപിനെ കുറിച്ച് ഞാൻ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, കള്ള വാർത്ത പറഞ്ഞു, അയാളുടെ നിന്ന് കാശ് വാങ്ങിച്ചു, അതിനെക്കുറിച്ച് അന്വേഷിക്കും, ഇത് സത്യസന്ധമാണോ എന്ന് അറിയാൻ നോക്കും എന്നൊക്കെ പറഞ്ഞുള്ള കുറേ വാർത്ത വന്നല്ലോ. ഒന്നും സംഭവിച്ചില്ല. ആരും എന്നെ ഫോൺ വിളിച്ച് ചോദിച്ചുമില്ല, ആരും എന്നോടൊന്നും പറഞ്ഞുമില്ല, ഒന്നുമില്ല. അതിന് ഒരു വിധത്തിലും കേസിനെ സ്വാധീനിക്കാൻ സാധിക്കില്ല എന്ന് എനിക്ക് ഉത്തമ ബോധ്യം ഉണ്ടായിരുന്നത് കൊണ്ട് സത്യസന്ധമായിട്ട് എൻ്റെ അനുഭവങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചതിനെതിരെയാണ് എനിക്ക് ഒരു അപവാദം ഉണ്ടായത്. അത് വെറുതെ പത്രവാർത്തകൾ ഉണ്ടാക്കിയെടുത്ത് വെറുതെ ആളുകൾ പറഞ്ഞുണ്ടാക്കി ചുമ്മാ പ്രചരിപ്പിക്കാൻ വേണ്ടി ചെയ്ത ഒരു കാര്യമായിരുന്നു എന്നുള്ളതും എനിക്കറിയാം. പക്ഷെ പലരും വിശ്വസിച്ചു, പത്രം പറഞ്ഞതല്ലേ, TV പറഞ്ഞതല്ലേ, ശരിയായിരിക്കും എന്ന്. പിന്നീട് എവിടെ പോയാലും എന്നോട് ചോദിക്കും, മാഡത്തിന്റെ ആ കേസൊക്കെ തീർന്നോ, മാഡത്തിനെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തിട്ട് എന്തായി. അപ്പം ഞാൻ എന്ത് കേസ്, ഏത് ക്രൈംബ്രാഞ്ച്, ആരെന്നെ ചോദ്യം ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ അവർക്കൊക്കെ ഞെട്ടലാണ്. ഞാൻ പത്രത്തിൽ കണ്ടല്ലോ, ഞാൻ TV കണ്ടല്ലോ, മാഡത്തിനെ ഇങ്ങനെ കേസിൽ പിടിച്ചു എന്നൊക്കെ ഉള്ള. ഞാൻ പറഞ്ഞത് അതൊക്കെ വെറുതെ പറയുന്നതാണെന്ന് പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല. അപ്പൊ ഇതുപോലെ വെറുതെ യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ വാർത്തകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്ന് എനിക്ക് വ്യക്തമായിട്ടുള്ള അറിവ് കുറേ നാളുകളായിട്ടുണ്ട്. ഈ സന്തോഷ് മാധവനെതിരെയും അങ്ങനെ ഉണ്ടായതാണ്. ഞാൻ കണ്ടിട്ടേ ഇല്ലാത്ത ഒരു വ്യക്തി ആരാണ് എന്ന് ഞാൻ പത്രങ്ങളിലൂടെ മാത്രം അറിഞ്ഞിട്ടുള്ള ഒരു വ്യക്തി, അത് എൻ്റെ സുഹൃത്തായി, ഞാൻ ആ ഫ്ലാറ്റിൽ നിത്യ സന്ദർശകയായി എന്തൊക്കെയോ പറഞ്ഞിങ്ങനെ കഥകൾ വരികയാണ്. അതിനേക്കാളും വിചിത്രം ഈ ഒരു വ്യക്തി ഇങ്ങനെ പേപ്പറുകൾ വീശി കാണിച്ചു, എൻ്റെ കയ്യിൽ വ്യക്തമായ തെളിവുകളുണ്ട്, ശ്രീലേഖ സന്തോഷ് മാധവനുമായിട്ട് അടുത്ത ബന്ധമുണ്ട് എന്നുള്ളത്, അതിനെതിരെ അന്വേഷണം ഉണ്ടാകണം എന്നൊക്കെ പ്രസംഗിക്കുന്നതിൻ്റെ വിഷ്വൽസ് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണാവോ അയാൾക്കുള്ള തെളിവുകൾ അയാൾ കൊടുക്കട്ടെ, ആരന്വേഷിക്കുന്നതെന്ന് വെച്ചാൽ അവർ അന്വേഷിച്ചോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അതിലും പ്രതികരിക്കാൻ പോയില്ല. പലരും എന്നെ വിളിച്ച് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, ആളെ ഞാൻ കണ്ടിട്ടില്ല, സന്തോഷ് മാധവൻ എന്നുള്ള പേര് തന്നെ ഞാൻ അറിയുന്നത് പത്രത്തിൽ കൂടെയാണ്, അതുകൊണ്ട് എനിക്കറിയില്ല അയാൾ എന്താ പറയുന്നത് വെച്ചാൽ അയാൾ പോലീസിൻ്റെ അടുത്ത് പോയി പരാതി കൊടുക്കട്ടെ എന്ന്.
അന്ന് ഈ കേസ് അന്വേഷിച്ചിരുന്നത് സിറ്റി പോലീസ് കമ്മീഷണർ ആയിരുന്നെന്ന് തോന്നുന്നു. മനോജ് എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള ഒരു ടീമായിരുന്നു. നല്ല DIG ആണ്, നല്ല IG ആണ്, എല്ലാവരും ADGP നല്ലവരാണ്, എല്ലാ പോലീസ് ഓഫീസേഴ്സും സത്യസന്ധരായിട്ടുള്ളവരാണ് എന്ന് എനിക്ക് ഉറച്ച ബോധ്യമുള്ളവരായിരുന്നു. അപ്പോൾ അവരന്വേഷിച്ച് കണ്ടുപിടിച്ചോളുമല്ലോ സത്യസന്ധമല്ല എന്നുള്ളത്. പക്ഷെ ഇത് നിരന്തരം തുടർന്നു. അത് പിന്നീട് എന്താണ് കേരള കൗമുദിയുടെ തന്നെ ഫ്ലാഷോ എന്നോ മറ്റോ പറഞ്ഞൊരു മാഗസീന്, ഉച്ചപത്രമോ അന്തിപത്രമോ എങ്ങാണ്ടാണ്, അത് ഇറങ്ങുമായിരുന്നു. അതൊരു ദിവസം ഒരാൾ എൻ്റെ കൈ കൊണ്ട് തന്നു. അതിനകത്ത് ഫ്രണ്ട് പേജിൽ ഒരു സ്ത്രീ ഇങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു ഷാഡോ, ഒരു സ്ത്രീയുടെ നല്ല ഷേപ്പ്ലി ഫിഗറിൻ്റെ ഒരു ഷാഡോ ഇങ്ങനെ നഗ്നയായിട്ട് നിൽക്കുന്നത്, അതിൻ്റെ അടുത്തൊരു സ്വാമി ഇങ്ങനെ മണി അടിച്ചുകൊണ്ട് ഇങ്ങനെ പൂജ നടത്തുന്നത്. അപ്പം തലക്കെട്ട് ശ്രീലേഖ സന്തോഷ് മാധവന്റെ വീട്ടിൽ പോയി നഗ്ന പൂജ നടത്തി, അതാണ് തലക്കെട്ട്. അപ്പോൾ എന്താണ് ഈ വല്ലാത്ത ഒരു ഭാഷയും വല്ലാത്ത ലാംഗ്വേജിലും ഫ്രണ്ട് പേജ് ന്യൂസ് ഇറക്കി, അന്തിപത്രം പോലെ, അതും പ്രമുഖമായിട്ടുള്ള ഒരു പത്രത്തിന്റെ മാഗസിനാണെന്ന് പറയപ്പെടുന്നു. ഫ്ലാഷ്, കേരളമുതി ഫ്ലാഷ് എന്ന് മറ്റുമാണെന്ന് തോന്നുന്നു അതിന്റെ പേര്. ഞാൻ ചെന്ന് അയാളുടെ മുമ്പിൽ ഇരുന്ന് നഗ്നപൂജ നടത്തിയെന്നും ഞാൻ ചരട് ജപിച്ച് കെട്ടിയെന്നും അയാൾ എന്തോ എനിക്ക് വേണ്ടി പൂജ, എന്തിനാണ് ഈ പൂജ, എന്ത് പൂജ, എന്താണ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്കതിനെപ്പറ്റി ഒരു വിവരമില്ല. അതും വായിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ചേടാ ഇതെന്തൊരു കഷ്ടമാണ്, ഇതിങ്ങനെ നിരന്തരമായിട്ട് ഇതിങ്ങനെ 1 മാസത്തോളം 2 മാസത്തോളം പോയി. കൂടാതെ ഞാൻ ഈ ചാനൽ ചെയ്യാൻ തുടങ്ങിയ പിന്നെ എനിക്ക് നിരവധി ചോദ്യങ്ങൾ, കുറെ ആൾക്കാരുണ്ട് ഇങ്ങനെ എന്താണ് ഈ കല്ലെറിയാൻ തയ്യാറായിട്ട് നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ. നമ്മൾ എന്ത് പറഞ്ഞാലും ഈ ചാനലിലൂടെ വരുന്ന കമന്റുകൾ വായിക്കുമ്പോൾ അപ്പോഴും ഞാൻ അറിയാതെ ചിരിച്ചു പോകാറാണ്. ശരിക്കും എനിക്കൊരു വിനോദ ഉപാധിയാണ് ഈ കമന്റുകൾ വായിക്കുന്നത് ചില അവസരങ്ങളിൽ. അപ്പൊ അതിനകത്തും സന്തോഷ് മാധവൻ എന്തായി, സന്തോഷ് മാധവനെ കുറിച്ച് എന്താണ് പറയാത്തതെന്ന് 2-3 കമന്റുകൾ ഇടയ്ക്ക് ഞാൻ കണ്ടു. എന്തായാലും ഞാൻ പറയും, കാരണം സമയക്രമേണമായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പോൾ ഈ ഒരു ഇൻസിഡന്റ് നടന്നതിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇത് ഞാൻ പറയണം എന്നെനിക്കുണ്ട്. പക്ഷെ അത് നേരത്തേക്ക് ഒരു പറയുന്നത് എന്തിനാണ്, സമയമാകുമ്പോൾ പറയാമെന്ന് വിചാരിച്ച് ഞാൻ അതിന് പ്രതികരിക്കാൻ പോയില്ല. ഇപ്പോഴും കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയ ഇതിനകത്തും ദിലീപ് എന്ന് പറഞ്ഞൊരു ചോദ്യചിഹ്നമായിട്ട് ഒരാളെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതെന്താണ്, ആ വീഡിയോ കണ്ടാൽ പോരെ, അതിനകത്തില്ല. ഇനി കൂടുതൽ എനിക്ക് എന്താ പറയാനുള്ളത്. പക്ഷെ ഈ സന്തോഷ് മാധവൻ ഇഷ്യൂ ഇവിടെ തീരുന്നില്ല. വളരെ അസത്യമായ ഒരു കാര്യം ഇങ്ങനെ പ്രചരിപ്പിച്ച സമയത്ത് ഞാൻ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ MD ആയിട്ട് ഒരുവിധം പേരൊക്കെ കേട്ട് നിൽക്കുന്ന സമയമാണ്. കോർപ്പറേഷനെ വലിയ കടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുത്ത് നല്ല നേട്ടങ്ങൾ കൈവരിച്ച് അങ്ങനെ നല്ല രീതിയിൽ നിൽക്കുകയാണ്. പക്ഷെ ഇടയ്ക്കൂടെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു 2-3 അടികൾ വന്നിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ഞാൻ ഫണ്ട് എടുത്ത് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ചതിൻ്റെ ഒരു എൻക്വയറി വന്നു. പിന്നെ അതിനുശേഷം അമേരിക്കയിൽ ഫൊക്കാനയുടെ പരിപാടി പോയതിൻ്റെ ഒരു എൻക്വയറി വന്നു. അത് രണ്ടും ഒന്ന് കാര്യവുമല്ല എന്ന് പറഞ്ഞാൽ എഴുതി തള്ളാനായിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പം അല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ശ്രീലേഖ ചെയ്ത RBDCയിലെ പ്രവൃത്തികളെന്ന് പറഞ്ഞാൽ ആർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അപ്പൊ അതിനെക്കുറിച്ച് വാർത്തകൾ ഇങ്ങനെ നല്ലതായ രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയവുമാണ്. അപ്പോഴാണ് ഈ തിരിച്ചടികൾ ഇങ്ങനെ മനഃപൂർവ്വം സൃഷ്ടിച്ച് എന്നെ അടിച്ചമർത്താൻ വേണ്ടി, താഴ്ത്തി കെട്ടാൻ വേണ്ടി നടത്തുന്ന പരിശ്രമം നടക്കുന്ന ഒരു വശത്ത് നിന്ന്. അപ്പൊ ഇത് വന്നപ്പോ എല്ലാവരും എൻ്റെ അടുത്ത് ഭയങ്കര സിമ്പതി പോലെയാണ് മുഖഭാവം. പക്ഷെ ആരും കാര്യമായിട്ട് ചോദിച്ചില്ല. ഒരാൾ അന്നത്തെ മിനിസ്റ്റർ ശ്രീ മോൻസ് ജോസഫ് എന്നെ ഫോണിൽ വിളിച്ച് ചോദിച്ചു, എന്താ ശ്രീലേഖ ഇതിങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, കാര്യമുണ്ടോ, ശ്രീലേഖ അവിടെ നിത്യ സന്ദർശകയാണെന്നാണല്ലോ പറയുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, ഞാൻ താമസിക്കുന്ന കടവന്ത്രയിലാണ്, ഇയാളുടെ ഫ്ലാറ്റ് കടവന്ത്രയിലാണ്. എനിക്ക് തോന്നുന്നത് കടവന്ത്ര എന്നുള്ള പേര് കേട്ടപ്പോൾ ഞാൻ താമസിക്കുന്ന ഒരു വാടക വീട്ടിന്റെ കുറേ വീടുകൾ അപ്പുറത്തായിട്ട് ഫ്ലാറ്റ് ഞാൻ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. കാരണം അവിടെ എൻ്റെ അനിയൻ കല്യാണം കഴിച്ച പെൺകുട്ടിയുടെ അമ്മ ഒറ്റയ്ക്ക്, അവര് വിധവയാണ്. അപ്പോൾ ഒറ്റയ്ക്ക് അവർ എറണാകുളത്ത് ആണ് താമസിക്കുന്നത്. അവർ സിഡ്കോയിൽ വർക്ക് ചെയ്യുവാണ്. അപ്പോൾ ആ ഫ്ലാറ്റിൽ അവർ വാടകയ്ക്ക് താമസിക്കുന്നതായിട്ട് അറിഞ്ഞുകൊണ്ട് ഞാൻ അവിടെ പോയി അവരെ കണ്ടിട്ടുണ്ട്. പക്ഷെ ആ ഒരു പ്രാവശ്യം മാത്രം ഞാൻ ഫ്ലാറ്റിൽ പോയിട്ടുണ്ട്. ആ ഫ്ലാറ്റിൽ തന്നെയാണ് ഈ വിവാദ സ്വാമിയും താമസിച്ചിരുന്നത് എന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതൊക്കെ ഈ വാർത്തയൊക്കെ വന്നതിന് ശേഷം. മോൻസ് ജോസഫ് അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ശ്രീലേഖ ഇത് വലിയ കഷ്ടമായല്ലോ. അദ്ദേഹമായിരുന്നു അന്ന് മന്ത്രി PWDയുടെ. ഞാൻ എന്തായാലും ഇയാളോടൊന്ന് ചോദിക്കാം, കാരണം ഇയാളെ ഈ സാമൂഹ്യ പ്രവർത്തകനായിട്ട് പറയുന്ന ആളെ എനിക്ക് നേരിട്ട് നല്ല പരിചയമുണ്ട്, ഞാൻ അയാളോട് ചോദിക്കാമെന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ ഓഫീസിൽ വന്ന് കാണാമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയി കണ്ടപ്പോൾ ഫോണിൽ കൂടെ പറയേണ്ട വിഷയമല്ല, നേരിട്ട് പറയാം. കാരണം നമ്മൾ പ്രതീക്ഷിച്ച ആളല്ല ഇത് കൊടുത്തിരിക്കുന്നത്. ഈ ആൾക്ക് ഈ വിവരം കൊടുത്തിരിക്കുന്നത് മുഴുവൻ വേറൊരു IPS ഓഫീസറാണെന്ന് അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞു. അന്വേഷണ സംഘത്തിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന ആളാണ്. അയാൾ ആ ഫയലുകളിൽ നിന്നെടുത്ത എന്തോ രേഖകളാണ് ഇയാൾക്ക് കൊടുത്തിരിക്കുന്നത് എന്നാണ് ഇയാൾ പറഞ്ഞത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഫയലിൽ നിന്ന് എന്ത് രേഖ എടുത്തു, ഫയലിൽ എന്ത് രേഖയാണ് എന്നെക്കുറിച്ചുള്ളതെന്ന്. ഇപ്പം ഞാൻ ശ്രീലേഖ
അയാളുടെ വിസിറ്റേഴ്സ് ഡയറിയോ വിസിറ്റേഴ്സ് ബുക്കിനകത്തോ എങ്ങാണ്ട് ശ്രീലേഖ അയാളെ വിസിറ്റ് ചെയ്തതിൻ്റെ സമയവും ഡേറ്റും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ രേഖയാണ് അയാൾക്ക് കിട്ടിയതെന്നാണ് അയാൾ പറഞ്ഞത്. അത് കൊടുത്തിരിക്കുന്നത് ഇന്ന IPS ഓഫീസറാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വെച്ചു, അയ്യോ ആ IPS ഓഫീസറോ? അതും എന്നെ വളരെയധികം ഞെട്ടിപ്പിച്ചു. കാരണം എനിക്ക് ഈ IPS ഓഫീസറുമായിട്ട്, അദ്ദേഹം പേര് പറഞ്ഞ IPS ഓഫീസറുമായിട്ട് എനിക്ക് നല്ല അടുപ്പമാണ്. ഒരു വിധത്തിലുമുള്ള ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ല. ഞാൻ വളരെയധികം ഒരു അനിയനെ പോലെ കാണുന്ന ഒരു ഓഫീസറുമാണ്. കുറച്ച് നാളുകൾക്ക് ശേഷം ഇതെല്ലാം തിരിഞ്ഞ് നമ്മുടെ അടുത്ത് തന്നെ വരും എന്നുള്ള ഒരു തെളിവായിട്ട് എന്നെ പോസ്റ്റ് ചെയ്തത് ക്രൈംബ്രാഞ്ചിലേക്കാണ്. റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ നിന്ന് ക്രൈംബ്രാഞ്ചിലോട്ടാണ് ഞാൻ ട്രാൻസ്ഫർ ആയിട്ട് പോയത്. ആ സമയത്തേക്ക് ഈ സന്തോഷ് മാധവൻ കേസ് ക്രൈംബ്രാഞ്ചിൽ വന്നിരുന്നു. അപ്പോൾ ഞാൻ IG ക്രൈംബ്രാഞ്ച് ആയിട്ടിരിക്കുന്നു. എൻ്റെ ADGP ആയിട്ട് ഇരുന്ന ഓഫീസറിൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ചിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഈ സന്തോഷ് മാധവൻ കേസ് ഞാൻ മനഃപൂർവ്വം നോക്കിയിട്ടില്ല. IG ആണ് എനിക്കെടുത്ത് വെച്ച് നോക്കാം, പക്ഷെ ഞാൻ നോക്കിയിട്ടില്ല. കാരണം ഇതിനകത്ത് ഇങ്ങനെ ഒരു വാർത്ത വന്നപ്പോൾ എൻ്റെ കൂടെ ഇപ്പോൾ ജോലി ചെയ്യുന്ന ഈ ഉദ്യോഗസ്ഥനാണ് ഇതിൻ്റെ പുറകിൽ എന്ന് എന്നോട് അന്നത്തെ മന്ത്രി ശ്രീ മോൻസ് ജോസഫ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അത് അറിഞ്ഞത് ഈ സാമൂഹ്യ പ്രവർത്തകൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന വ്യക്തിയെ നേരിട്ട് അറിയാവുന്നത് കൊണ്ട് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞതാണ് ഇങ്ങനെ എന്നാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശ്രീലേഖ അതാ ഈ ഓഫീസർ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, ശ്രീലേഖ അത്രയും വിശ്വാസമേ ഉള്ളൂ. ആ സാമൂഹ്യ പ്രവർത്തകൻ ഒന്നെങ്കിൽ കള്ളം പറഞ്ഞതായിരിക്കും, അല്ലെങ്കിൽ മന്ത്രി ചിലപ്പോൾ തെറ്റായിട്ട് പറഞ്ഞതായിരിക്കും, തെറ്റിദ്ധാരണയുടെ പുറത്ത് പറഞ്ഞതായിരിക്കും, ഒന്നും ആലോചിച്ച് നോക്കാം, അദ്ദേഹം ആ വഴിയില്ല എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് അദ്ദേഹം തന്നെ വിളിച്ച് ഈ ഓഫീസറോട് ചോദിച്ചു എന്ന് തോന്നുന്നു, ശ്രീലേഖയെ കുറിച്ച് അങ്ങനെ പറഞ്ഞോ എന്ന്. കാരണം ആ ഓഫീസർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മാഡം ഇത് ഞാൻ അറിഞ്ഞ കാര്യമല്ല, അപ്പോൾ ഇതായിരുന്നോ മാഡത്തിന് എന്നോടുള്ള ദേഷ്യം, ഇത് ഞാൻ അറിഞ്ഞ കാര്യമല്ല, ഞാനല്ല അത് ചെയ്തത്, അങ്ങനെ ഒരു കാര്യമേ ഇല്ലല്ലോ ഈ ഫയലിനകത്ത് എന്ന് പറഞ്ഞു. ഞാൻ എന്തെടുത്ത് കൊടുക്കാൻ, ഒരു രേഖയോ അങ്ങനെ ഒരു കാര്യമൊന്നും ഇല്ലല്ലോ എന്നുള്ള മട്ടിലാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ എനിക്ക് തോന്നി, എന്നാൽ ഞാൻ ഫയൽ എടുത്ത് വെച്ച് നോക്കണമല്ലോ എന്ന് പറഞ്ഞാൽ വലിയ ഫയലാണ്. ഞാൻ അതിൻ്റെ ആദ്യത്തെ പേജ് മുതൽ 3000-4000 പേജുകളുള്ള ഡോക്യുമെന്റ്സ് ഉള്ള ഫയലാണ്. അവിടുന്ന് റിക്കവർ ചെയ്ത എല്ലാ CD-കളും ആൽബവും ഡോക്യുമെന്റ്സും എല്ലാം എവിഡൻസ് ആയിട്ടുണ്ട് അതിനകത്ത്. അതിൻ്റെ ആദ്യം തൊട്ട് അവസാനം വരെ ഞാൻ പരിശോധിച്ച് നോക്കി, എവിടെയെങ്കിലും ശ്രീലേഖ എന്നൊരു പേര് അയാൾ പറയുന്നുണ്ടോ, ഏതെങ്കിലും രീതിയിൽ ശ്രീലേഖ എന്നുള്ളൊരു പേരുണ്ടോ, അയാളുടെ അപ്പോയിൻമെന്റ് ഡയറി എന്ന് പറയുന്ന സാധനത്തിനകത്ത് എൻ്റെ പേരുണ്ടോ, സമയമുണ്ടോ, ഇങ്ങനെ ശ്രീ മോൻസ് ജോസഫ് പറഞ്ഞതുപോലെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഒന്നും കണ്ടില്ല അതിനകത്ത്. കുറേ നാളുകളായിട്ട് ഞാൻ ഇങ്ങനെ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കുന്നുണ്ട്, സന്തോഷ് മാധവനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വാർത്ത എന്നെക്കുറിച്ചുണ്ടോ എന്ന്, ചാനലുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈറ്റിനകത്തോ വെബ്സൈറ്റിനകത്തോ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് കണ്ടിട്ടില്ല. അതൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് അവർക്ക് തന്നെ മനസ്സിലായി, അവർക്ക് അറിയായിരുന്നു നേരത്തെ തന്നെ. കാശ് കൊടുത്ത് സ്വാധീനിച്ച് ചെയ്യിച്ച വാർത്തയാവുമ്പോൾ തീർച്ചയായിട്ടും അതിന് അധികം നാളെ ജീവിതം ഉണ്ടാവില്ല എന്നറിയാം. പക്ഷെ ഇത് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പം അത്രയ്ക്ക് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മുടെ മനസ്സ് എങ്ങനെയാണോ അതനുസരിച്ചാണ് നമ്മളൊരു കാര്യം വിശ്വസിക്കുക എന്നുള്ളത്. നമ്മുടെ മനസ്സ് വളരെ മോശമാണെങ്കിൽ, നമ്മുടെ സ്വഭാവം വളരെ മോശമാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ ചിന്തിക്കുന്ന രീതികളെല്ലാം അതുപോലെ താഴ്ന്നതാണെങ്കിൽ, ഇതുപോലെയുള്ള തരം താണ കാര്യങ്ങൾ എന്താണെങ്കിലും നമ്മളത് വിശ്വസിക്കുകയും ഏറ്റു പറയുകയും മനസ്സിലിങ്ങനെ കിടക്കുകയും ചെയ്യുമെന്ന്. അപ്പോൾ അത് വാട്ട് വി ആർ ഈസ് റിഫ്ലക്റ്റഡ് ഇൻ അവർ ലൈഫ് എന്ന് പറയും. നമ്മൾ എന്താണോ ഉള്ളത് അതിൻ്റെ ഒരു പ്രതിഫലനമാണ് നമ്മുടെ ജീവിതം എന്ന്, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ പ്രവർത്തിക്കുന്നതും എന്ന് പറയുന്നത് പോലെ നല്ല സച്ചിന്തകളോ നല്ല കാര്യങ്ങളോ മാത്രമുള്ള ആൾക്കാർക്കൊന്നും ഇത് തോന്നുന്നില്ല. പിന്നെ അവർ വിട്ടുകളയും, അവർ മറക്കുമോ ശരിയല്ല എന്ന് വിചാരിക്കും. എന്തുകൊണ്ടോ ഇപ്പോഴും അത് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടെന്നുള്ളത് വിചിത്രമായിരിക്കുന്നു. ജയിൽ DGP ആയി ചുമതലയേറ്റ ശേഷം ഞാൻ എല്ലാ ജയിലുകളും ഞാൻ സന്തോഷ് മാധവൻ എന്നൊരു പ്രതി അവിടെ കിടപ്പുണ്ടോ അപ്പോഴും നോക്കിയൊന്നും പോയിട്ടില്ല. പക്ഷെ എല്ലാ ജയിലുകളും വിസിറ്റ് ചെയ്യുന്നതിനിടയിലൂടെ പൂജപ്പുര സെൻട്രൽ ജയിലും വിസിറ്റ് ചെയ്തപ്പോൾ അവിടെ ഒരു തടവറയിൽ ഒരാള് ഇങ്ങനെ കിടക്കുന്ന കണ്ടപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊന്നുമില്ല. ഞാനിങ്ങനെ എല്ലാവരെയും കണ്ട് ഇങ്ങനെ പരിചയപ്പെട്ട് പോയതിൻ്റെ ഇടയിൽ കൂടെ ഒരാൾ എൻ്റെ അടുത്ത്, എൻ്റെ ഓഫീസറിൻ്റെ അടുത്ത് പറഞ്ഞു, മാഡം ഇതാണ് ആ വിവാദ സ്വാമി സന്തോഷ് മാധവൻ എന്ന്. അപ്പോൾ ഞാൻ വീണ്ടും തിരിച്ചു നോക്കിയപ്പോൾ ആളുടെ മുഖം ഒക്കെ തീർത്തും വ്യത്യസ്തമാണ്. നമ്മൾ പത്രത്തിൽ കാണുന്ന പോലെയൊന്നും അല്ല, നല്ലപോലെ മെലിഞ്ഞിട്ടുണ്ട്. പിന്നെ താടിയും ഒന്നും ഇല്ലാത്തതുകൊണ്ട്, മുഖത്ത് രോമങ്ങളും വലിയ നീട്ട മുടിയൊന്നും ഇല്ലാത്തത് കൊണ്ട്, നല്ല ക്ലീൻ ഷേവ്, മീശ മാത്രമേ ഉള്ളൂ, മുടിയൊക്കെ നല്ല പറ്റ വെട്ടിയിരിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ നോക്കിയാൽ മനസ്സിലാവില്ല ഇന്നയാളാണെന്ന്. പത്രത്തിൽ കണ്ട പടം പോലെയൊന്നും അല്ല. അപ്പം ഞാൻ ആരെടുത്ത് നോക്കിയിട്ട് ഞാൻ ആരാന്ന് മനസ്സിലായിരുന്നു. ഇപ്പം ഞാൻ അറിയാം, ശ്രീലേഖ മാഡം ജയിൽ DGP. അപ്പം ഞാൻ പറഞ്ഞു, ഇതിന് മുമ്പ് എപ്പോഴെങ്കിലും നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ ഞെട്ടി. അയാൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ആലോചിച്ചിട്ട് പറഞ്ഞു, ഇല്ല മാഡം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഇങ്ങനെ, ഏതെങ്കിലും പത്രക്കാരോ ആരെങ്കിലും ചോദിച്ചിട്ടോ? അപ്പോൾ ആരും ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെയുള്ള സംഭവങ്ങൾ പത്രങ്ങളിലൂടെ നിരന്തരമായിട്ട് എനിക്കെതിരെ
33.5 വർഷം ഓരോ 2-3 വർഷം കൂടുമ്പോൾ ഇതുപോലെ കള്ള വാർത്തകൾ ചമച്ച്, ഞാൻ അതിനെപ്പറ്റി 2-3 എപ്പിസോഡ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് എന്നെ അത് അഫക്റ്റ് ചെയ്തതിനേക്കാൾ കൂടുതലായിട്ട് എൻ്റെ പ്രായമായ അമ്മയ്ക്ക് അതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് മാറിയായിരുന്നു. അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായി. കാരണം അമ്മ ഒരുപാട് അഭിമാനിക്കുന്ന ഒരു വ്യക്തിയാണ്, ഇതുപോലെ വലിയ അഭിമാനിയാണ്. അപ്പം എൻ്റെ മോള് ശ്രീലേഖ IPS എന്ന് പറയാൻ അമ്മയ്ക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള വാർത്ത വരുമ്പോൾ, തെറ്റായിട്ടുള്ള വൃത്തികെട്ട വാർത്തകൾ, കള്ള വാർത്തകളൊക്കെ വരുമ്പോൾ, ഇപ്പോൾ ഒരു സ്ത്രീയെ തളർത്താവുന്ന ഏറ്റവും വലിയ വാർത്ത എന്ന് പറയുന്നത് അവിഹിതമാണല്ലോ, ഇതുപോലെയുള്ള വൃത്തികെട്ട വാർത്തകൾ. അപ്പോൾ അവിഹിതം ആരോപിച്ചുകൊണ്ട് മോളെക്കുറിച്ചൊരു വാർത്ത വരുമ്പോൾ ഏറ്റവും കൂടുതൽ വിഷമിച്ചിരുന്നത് ആ പ്രായമായ അമ്മയായിരുന്നു. ഭർത്താവിന് യാതൊരു വിഷമമില്ലായിരുന്നു, അദ്ദേഹം എന്നോടൊപ്പം ചിരിക്കുകയായിരുന്നു ചെയ്തത്. കാരണം അതൊക്കെ അറിയാവുന്നത് കൊണ്ട് എപ്പോഴും ചിരിച്ച് തള്ളും. പണ്ട് വിവാഹം മുടക്കാൻ വരെ ശ്രമിച്ചിട്ടുള്ള ആൾക്കാരുള്ള നാടല്ലേ. അപ്പോൾ ഇതുപോലെ ഡിപ്പാർട്ട്മെന്റ്, നാടെന്ന് പറയാൻ പറ്റത്തില്ല, ഡിപ്പാർട്ട്മെന്റിലെ ചില ആൾക്കാർ എങ്ങനെയാണല്ലോ, പോലീസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് അങ്ങനെ ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ആ സാഹചര്യത്തിൽ ഇതുപോലെയൊക്കെ നടക്കാം, കുഴപ്പമില്ല എന്നുള്ള മട്ടിൽ അദ്ദേഹം വളരെ കൂളായിട്ട് അത് എടുക്കുന്ന ടൈപ്പാണ്. ഇത് പറയാതെ എൻ്റെ RBDCKയുടെ അനുഭവം പൂർണ്ണമാവില്ല. അതുകൊണ്ട് പറഞ്ഞു പോയതാണ്. കാരണം നേരത്തെ പറഞ്ഞല്ലോ, ഒരു അവാർഡ് അല്ലെങ്കിൽ ഒരു റിവാർഡ് അല്ലെങ്കിൽ ഒരു മെഡല് കിട്ടേണ്ട സ്ഥാനത്ത് എനിക്ക് കിട്ടിയത് ഇതുപോലെയുള്ള ചെളിവാരി എറിയലാണ് RBDCKയിൽ ഉണ്ടായിരുന്ന കാലയളവിൽ എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ ഈ സംഭവം കൂടെ വിവരിച്ചു പോയി എന്നേ ഉള്ളൂ. എന്തായാലും 2009 ജൂൺ ആയപ്പോഴേക്കും ഞാൻ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ്റെ സ്ഥാനത്ത് നിന്ന് മാറി ക്രൈംബ്രാഞ്ചിൽ IG ആയിട്ട് പോയി ചാർജ് എടുത്തു. അപ്പോൾ അതിൻ്റെ കഥകൾ ഞാൻ പിന്നീട് നിങ്ങളുമായി പങ്കുവയ്ക്കാം. സസ്നേഹം, ശ്രീലേഖ.